പൊട്ടിക്കരഞ്ഞ് രേണുസുതി. ഞാൻ അധികപ്പെട്ടു, ഇതെന്താണ് കാണിക്കുന്നതെന്ന്. അപ്പോഴാണ് പറയുന്നത് ഞാൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണുള്ളത്, എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രേണുസുതി അങ്ങനെ അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേസ് കൊടുക്കാൻ പോയതാണ്. അതായത് കുറച്ച് ആൾക്കാരുടെ പേരിൽ അവരെ ഇല്ലാത്തത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോയതാണ്. പക്ഷെ അവരൊക്കെ അങ്ങനെ ഇല്ലാത്തത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തെളിവില്ലാതെ ആരും ഒന്നും പറയില്ല. രേണുസുതിന്റെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വിമർശിക്കലുണ്ട്. കാരണം അതൊരു പബ്ലിക്കിൽ വന്ന് പറയുന്നതാണ്. ഇപ്പൊ ഇന്നലെ പറയുന്നത് കേട്ടു. അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇന്നലെ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ ചെറുപ്പം മുതൽ തന്നെ മദ്യപിക്കാറുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മാവനും മറ്റിവരൊക്കെ മദ്യപിക്കുന്നവരായിരുന്നു. അവര് ഞങ്ങൾക്കും കൂടി കുറച്ച് ഒഴിച്ചു തരുമായിരുന്നു, ഞങ്ങൾ കുട്ടി സംഘത്തിനൊക്കെ എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴെന്താണെന്ന് ചെയ്യുന്നത്? ആ ഒരു പഴയ കാലം എടുത്തിട്ടത് എന്തിനാണ്? ഇപ്പോൾ ആശാത്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ വല്ല ഷാപ്പിലും കാര്യങ്ങളൊക്കെ റീൽസ് എന്ന് പറയുന്ന പേരിൽ പോയിട്ട് അടിക്കുന്ന നമ്മളെല്ലാവരും കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിവേണിക്കാനോ അതിനൊന്നിനുമല്ല. ഇവരൊക്കെ കൃത്യമായിട്ടെന്ന് പറഞ്ഞ പോയിന്റ് തന്നെയാണ് കളിക്കുന്നത്. ഇപ്പോഴെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ബിഗ് ബോസിൽ കയറുമ്പോൾ ചില നെഗറ്റീവുകൾ വന്നിട്ടുണ്ട്. ആ നെഗറ്റീവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? ഒരു കരച്ചൽ നാടകവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കയറിയതാണ്. പക്ഷെ അവിടുത്തെ ഈ പിന്നെ എന്താ പറയുക, സാറന്മാർക്കും കുറേ കാര്യങ്ങൾ അറിയാലോ. അതായത് ഇവർ കളിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കും അറിയാം. എല്ലാ കാര്യത്തിനും പോയിട്ട് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ദേഷ്യം വരത്തില്ലേ? അതായത് ഇതുപോലെ ഇങ്ങനെ നടന്ന് അതുപോലെ തന്നെ ഇതുപോലെ മനുഷ്യന്മാർക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് വിരോധാകുന്ന തരത്തിൽ ഇവരുടെ റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇവരെല്ലാവരും കാണുന്നല്ലേ, അവരും മനുഷ്യരനല്ലേ, നിയമം കാര്യം ശരി തന്നെയാണ് എന്ന് വിചാരിച്ച് ഇവർ പബ്ലിക്കായിട്ട് എന്തെങ്കിലും കാണിക്കുമ്പോൾ നമ്മളെല്ലാം പബ്ലിക്കായിട്ട് പറയും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഇപ്പോൾ കൊല്ലസുതി മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് കിട്ടി, അതിൻ്റെ അകത്തുള്ള പിന്നെ എന്താ പറയണ്ടേ എല്ലാ ഉപകരണങ്ങളും എല്ലാവരും സ്പോൺസർ ചെയ്തു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷ്മി നക്ഷത്രയാണെങ്കിൽ പിന്നെ മാസാമാസം ഒരു തുക കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് പറഞ്ഞാൽ എന്ത് സഹായത്തിനും അവരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ത്രീ എന്തിനാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കളിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്താ പറഞ്ഞത്? ഈ സ്റ്റാർ മാജിക്കിൻ്റെ ഡയറക്ടർ പറഞ്ഞ് അവർക്ക് നല്ലൊരു ജോലിയാക്കി കൊടുത്തിരുന്നു. ഒരു കമ്പനിയിലെ അക്കൗണ്ട്സിൻ്റെ വേക്കൻസി ഉണ്ടായിട്ട് അവിടെ നല്ലൊരു ജോലി, നല്ല ശമ്പളത്തിൽ. അതായത് ഇവർക്ക് പണി അറിയില്ലെങ്കിലും അവരാ ശമ്പളം കൊടുക്കാൻ തയ്യാറാണ്. കൊല്ലസുതി എന്ന് പറയുന്നയാളുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം. പക്ഷെ ഇവർ പറഞ്ഞു എനിക്കത് വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അപ്പോഴേ മനസ്സിലുണ്ട് ഇതെല്ലാം ഒന്ന് വരട്ടെ, വന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കോപ്രായങ്ങൾ അങ്ങ് എടുക്കണമെന്ന്. അതുപോലെ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഇവർക്ക് അഭിനയമാണ് താല്പര്യമെങ്കിൽ ഇവർക്ക് നല്ല രീതിയിൽ അഭിനയിക്കാലോ. എന്തിനധികം പറയുന്നത്? ഫ്ലവേഴ്സ് ചാനലിൽ പോയിട്ട് എനിക്കൊരു സീരിയലിൽ ചാൻസ് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കേണ്ട വരുമാനം അതിൻ്റെ അകത്ത് കിട്ടും, ഫെയിം കിട്ടും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ എന്താ പറയുക മക്കളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുക. അതായത് അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ കൊല്ലസുതി എന്ന് പറയുന്ന മനുഷ്യനെ തന്നെ പറയിക്കുന്ന തരത്തിൽ അവർ പോയിട്ട് തുമ്പിയനും മുഴുവൻ ഇൻ്റർവ്യൂ കൊടുക്കുക. ആ ഇൻ്റർവ്യൂവിൽ എന്നിട്ട് വിവാദമാക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരെ തെറിവിളിക്കാൻ വേണ്ടിയിട്ട് ആ തെറിവിളിയിൽ ഫേമസ് ആകണം എന്നുള്ള ഒരു മൂഢമായ ഒരു ചിന്തയില്ലേ, ആ ഒരു ചിന്ത തന്നെയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ചില സ്ത്രീകളൊക്കെ വന്നിട്ട് ഈ പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല സോഷ്യൽ മീഡിയയിലും വന്നിട്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് കൊള്ളാമോ എന്നെല്ലാം ചോദിക്കും. അതെങ്ങനെയാണ് ചോദിക്കുന്നത്? അത് അവർക്ക് തന്നെ അറിയാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ എന്ന്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഈ രേണുസുതി, അതായത് നമ്മളൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാതെ, അതായത് കൊല്ലസുതി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൃത്യമായിട്ട് നാണം കെടുത്തുന്ന ഒരു ലെവലിലേക്കാണ് അവർ പോയത്. ഇനിയും അവർക്ക് സമയമുണ്ട്. അതായത് പക്ഷെ അവർ നേരെ വരുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അവർക്കറിയാം ഇത് തന്നെയാണ് അവരുടെ വഴി, ഇത് തന്നെയാണ് അവർ പിന്നെ അന്നേരം കണ്ടുപിടിച്ചിരിക്കുന്നതും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവരിപ്പോൾ കേസിന് പോയി അല്ലെങ്കിൽ ആരെങ്കിലും ജയിലിലടച്ചു എന്നൊന്നും പറയാൻ ഇവർക്ക് അധികാരമില്ല. ഇവർക്ക് കേസിന് പോകാൻ എന്തെങ്കിലും ഇതുണ്ടോ? അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എന്താ ആ ഒരു വ്ളോഗർ പിന്നെ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏതൊരു അച്ഛനെയും കൂട്ടിയിട്ടാണ് എന്തോ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതുമാത്രവുമല്ല, അച്ഛനൊരു ഫ്രോഡ് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. അയാളുടെ പേരിൽ കേസുണ്ട്. ആ അച്ഛനെയാണ് കൊടവേണിച്ച് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പുകഴ്ത്തി പറഞ്ഞത്. അത് ഭയങ്കരമായിട്ട് വിവാദമായി. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം നമ്മളിങ്ങനെ വായു അടക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കണം. അതായത് ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നിൽക്കണം എന്നാണ് ഈ സ്ത്രീയുടെ ആഗ്രഹം. പക്ഷേ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം? ഇവരൊന്നും മിണ്ടാതിരിക്കണം. അതായത് ഇവരുടെ റീലായിട്ടോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെ യൂട്യൂബ് ചാനലായിട്ടോ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ്
യൂട്യൂബ് ചാനൽ തുടങ്ങാം. അവിടെ എന്ന് പറഞ്ഞാൽ ഇവരുടേതായ വീഡിയോ ഇറക്കാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല റീൽസ് ഇറക്കാം. എന്തിനധികം പറയുന്നത് ഇതുപോലെ ഈ കോപ്രായം കെട്ടാതെയുള്ള റീൽസ് ഇറക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഫ്രീ ഒന്നുമല്ല, നല്ല പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ഇന്റർവ്യൂ എന്തിനാണ് ചെയ്യുന്നത്? ഇവർ വിവാദമാക്കി കഴിഞ്ഞാൽ ഇത് നാട്ടുകാർ ഏറ്റെടുക്കും. അങ്ങനെ നാട്ടുകാർ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല മാർക്കറ്റ് കിട്ടും. അത് ഇന്റർവ്യൂ എടുക്കുന്നവനും അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനും ഒരുപാട് ചോദ്യങ്ങൾ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ഒരു കളിയാണ്. ഇപ്പോഴും കുറച്ച് നാൾ മുമ്പ് രേണുസുധിയോട് ഒരു എന്താ പറയുക ശാരിക എന്ന് പറയുന്ന ഒരു സ്ത്രീ വളരെ മോശമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉഡായിപ്പാണ്. അതായത് ഇവർ കൃത്യമായിട്ട് കയറുമ്പോൾ തന്നെ ഇന്നിന്ന ചോദ്യങ്ങൾ ചോദിക്കും, ഞാൻ പൊട്ടിത്തെറിക്കും. അപ്പോഴൊരു പഴയ മൈക്ക് ഉണ്ടാവില്ലേ, ആ മൈക്ക് നിങ്ങൾ ഊരിച്ചാടണം. നിങ്ങൾ നോക്കിക്കോ. അതായത് ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇവർ 2 മൈക്കുകൾ വെച്ചിട്ടുണ്ടാകും. അത് ഒരു മൈക്ക് വർക്ക് ചെയ്യാത്തതാണ്. ആ മൈക്കാണ് ഇവർ ഊരി എറിയുന്നത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും രേണുസുധി പ്രതികരിച്ചു. രേണുസുധി ഭയങ്കരം തന്നെ. നമ്മളിങ്ങനെ വിചാരിക്കുക, പക്ഷെ കൃത്യമായിട്ട് പൈസ വാങ്ങിച്ച് ആ ഫ്ലോറിൽ കൃത്യമായിട്ട് അവര് ഒരു നാടകം കളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ലോജിക്ക് വേണ്ടേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ പോലീസുകാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഇഷ്ടംപോലെ കേസുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ചിട്ട് പോയിട്ട് കേസ് എടുക്കോ സാറേ, കേസ് എടുക്കോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരെ ഇതാണ് ജനമൈത്രി പോലീസ്, ഇവർ ഞങ്ങളോട് ഇങ്ങനെ എന്നിട്ട് അവിടെ നാടകം, അതും കണ്ടന്റ് തന്നെ. ഈ കേസ് കൊടുക്കാൻ പോകുമ്പോഴും 4 ക്യാമറയും കൊണ്ടാണ് പോയത്. അതാണ് ഏറ്റവും വലിയ രസം. ആരെങ്കിലും പോവും അങ്ങനെ? നമുക്കൊരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അല്ലെങ്കിൽ ക്യാമറമാൻമാരെ വരുമോ, എല്ലാവരും വരും, ഞാൻ ഇതാ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ഒരു നാടകം, അവിടെ കിടന്നിട്ട് ഒരു കണ്ണീര് ഉടക്കൽ. എന്നാ ഇതിന്റെ ആവശ്യം എന്താണ്? കൃത്യമായിട്ട് ഒരു കേസാണെങ്കിൽ അത് കൊടുക്കുക, അതിന്റെ FIR അവരിടും, അതിന്റെ അന്വേഷണം നടത്തും, അതല്ലേ ചെയ്യുക. അല്ലാതെ ഇവർ പറയുന്നതല്ലേ ഇപ്പം തന്നെ അവൻ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ബോഡി ഷെയ്മിങ് എന്നാ പറയുന്നത്. ആരെ ഇവരുടെ ബോഡി ഷെയ്മിങ് ചെയ്ത്? ആരും ചെയ്യുന്നില്ല. ഇവർ ഒരാൾ പോലും ബോഡി ഷെയിം ചെയ്യുന്നില്ല. പക്ഷെ ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫെയിം വേണം. ആ ഫെയിമിന് വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെയും പോകും. ആ ഫെയിമിന് വേണ്ടിയിട്ട് ഇവർ എന്ത് കോലം കിട്ടും എന്നുള്ളത് പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതല്ലേ, അയാളുടെ ആണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കളിക്കുന്ന ചില നാടകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ആണ്ട് എന്ന് പറയുന്ന ഒരു ഇതിൽ ഒരുപാട് ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ കിടന്നിട്ട് ഒരുത്തൻ്റെ ഡാൻസ് നിങ്ങൾ കണ്ടതല്ലേ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും സുധിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നു, എനിക്കൊരു ഭയങ്കര ദേഷ്യം തന്നെയാണ്. അതാണ് ഞാൻ പറയാനുള്ളത്. ഒരുപാട് പേരുണ്ട് ആ മനുഷ്യൻ. ഇപ്പോൾ ഇതിലും ഒരുപാട് നല്ല മിമിക്രിക്കാരുണ്ട്, സുധിയെ കാട്ടി നല്ല മിമിക്രിക്കാരുണ്ട്. അവരെയൊക്കെ കുടുംബം എന്ന് പറഞ്ഞാൽ അവരൊക്കെ മരിച്ചു പോയിട്ടുമുണ്ട്. അവരൊക്കെ കുടുംബത്തിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു സുഭാഷ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ സുഭാഷ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിലുള്ളതാണ്. അയാൾ മരിച്ചുപോയി. അയാൾക്കൊരു കൃത്യമായിട്ടൊരു വീട് വരിയില്ല. ഇന്നും അവർക്കാരും വീട് വെച്ച് കൊടുക്കാനില്ല. അല്ലെങ്കിൽ അവർക്ക് ഒന്നും ഇങ്ങനെ പോയിട്ട് ചോദിക്കാൻ കഴിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കൊല്ലസുധി എന്ന് പറയുന്നത് അയാൾക്കെന്തോ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ അയാളുടെ ദാരിദ്ര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകാർ അയാൾക്ക് പ്രസന്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ ജനമനസ്സിലേക്ക് കയറി. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ദാരിദ്ര്യത്തിൽ ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ രേണുസുധി പറയുന്നുണ്ടല്ലോ, എനിക്ക് പൈസയില്ല, പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഇവരുടെയൊക്കെ പൈസ എങ്ങനെയാ പോകുന്നത്? ആർഭാടമാണ്, മുഴുവൻ ആർഭാടമല്ലേ. ഇങ്ങനെ ആർഭാടമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയില്ല. ഈ കൊല്ലസുധി എന്ന് പറയുന്ന ആൾ തന്നെ അയാൾക്കൊരു വീട് വരെ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ? 800 റിയാലിന് ഇല്ലെങ്കിൽ 800 ദിറംസിന് പുറത്ത് ദുബായിലും സൗദി അറേബ്യയിലും ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിനും അതൊക്കെ കഴിച്ചിട്ട് നല്ലൊരു വീടും നാട്ടിൽ വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് തുച്ഛമായ 15,000 20,000 രൂപയ്ക്ക് പോലും ജോലി ചെയ്യുന്നവർ വരെ ഇവിടെ നല്ല വീടെടുത്തിട്ട് അതായത് അവരുടെ പാർപ്പിടവും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഭാര്യയും മക്കളും ഒക്കെ നോക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞ് ഒരു എപ്പിസോഡിന് 50,000 വാങ്ങിക്കുന്ന 25,000 വാങ്ങിക്കുന്ന ഒരു മനുഷ്യന് ഇതുവരെ സ്വന്തം വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരെല്ലാം അതിന് ഉത്തരവാദിയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആർഭാടപരമായ ജീവിതം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൈസ പോകുന്ന കാര്യം അറിയില്ല. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതായത് രേണുസുധിയുടെ കണ്ണീരല്ല വലുത്. അവിടെ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ നോക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുമാത്രമല്ല, ലൈക്ക് നിങ്ങൾ തരുന്നേയില്ല. എല്ലാവരും ഓരോ ലൈക്ക് തരിക, കമൻറ്റ് നിങ്ങളുടെ ഇഷ്ടമാണ്, ഇത് നിർബന്ധമായിട്ടും ചെയ്യുക. ബൈ ബൈ.